ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും മാന്നാർ നഫീസത്തുൽ മിസ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തിവരാറുള്ള മജ്ലിസ് സുന്നൂറിന്റെ 8ാം വാർഷികവും പ്രാർത്ഥനാ സമ്മേളനവും നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഹംസ ഫൈസി നിർവഹിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും നഫീസത്തുൽ മിസ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തിവരാറുള്ള മജ്ലിസ് നൂറിന്റെ 8ാമത് വാർഷികവും പ്രാർത്ഥനാ സമ്മേളനവും നടത്തി. ഒരു ദിവസം പോലും ആ മനുഷ്യനെ കുറിച്ച് ഓർക്കാതെ, ആ മനുഷ്യനെ കുറിച്ച് അയവിറക്കാതെ ഒരു ദിവസം പോലും നമുക്ക് കടന്നു പോകുന്നില്ല. കേരളീയ ഉമ്മത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധി എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതുപോലും ഞാൻ മനസ്സിലാക്കുന്നത് മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തോടുകൂടി ആ മനുഷ്യരുണ്ടായിരുന്നപ്പോൾ ഈ സമൂഹത്തിൽ എന്തോ ഒരു വലിയ എന്തോ ഇല്ലാത്തതിന്റെ വലിയൊരു വിടവ് ഇന്നും നികത്താനാവാതെ ഈ ഉമ്മത്തിൽ നിലച്ചു നിൽക്കുകയാണ്. നമ്മുടെ പ്രാസ്ഥാനിക രംഗങ്ങളിലൊക്കെ നമ്മൾക്ക് മാനസികമായി എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം തുടങ്ങിയത് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന ആ മഹാമനീഷി നമ്മോട് വിട പറഞ്ഞപ്പോൾ മഹാനവകൾ നമുക്ക് പകർന്നു തന്ന ആത്മീയമായ ഒരു വെളിച്ചമാണ് മജ്ലിസ് നൂർ എന്ന് പറയുന്ന ഈ സദസ്സ്. ഒരുപാട് വലിയ മഹത്വങ്ങൾ, ഒരുപാട് വലിയ കറാമത്തുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അനുഭവിച്ചവരും അത് ആസ്വദിച്ചവരുണ്ടായി. ഞാൻ മലപ്പുറം കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറയുന്ന കോളേജിലാണ് 8 വർഷം പഠിച്ചത്. മഹാനായ ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുഴുവനും ഹൈദരലി ശിഹാബ് തങ്ങളാണ് കോട്ടുമല, ഞാൻ പഠിക്കുന്ന സമയത്ത് കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിന്റെ പ്രസിഡന്റ്. ഈ വലിയൊരു പ്രസ്ഥാനം നമ്മുടെ മഹലിൽ ഉണ്ടായ ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും സഹോദരങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്, ഇത്രയും സഹോദരിമാർ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ മദ്രസയിൽ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ച് കഴിഞ്ഞു പോയവരുമായ പൂർവ്വ വിദ്യാർത്ഥികളുമായ ഒരുപാട് മക്കളും സഹോദരങ്ങളും ഒക്കെ ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണം ഈ പരിശുദ്ധമായ സ്ഥാപനമാണ്. ബദരീകളെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുമ്പോൾ മഹാന്മാരായ ബദരീങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. മഹാന്മാരായ ബദരീകളെ സ്നേഹിക്കുകയും എല്ലാ ദിവസവും ആ അസ്മാഉൽ ബദർ ബദരീകളുടെ നാമങ്ങൾ അത് പാരായണം ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയും ചെയ്താൽ അവരുടെ സ്നേഹവും കാവലും പൊരുത്തവും ഒക്കെ നേടാൻ നമുക്ക് കഴിയും എന്നതിന് പുറമെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നാം അവരെ സലാം പറഞ്ഞു വിളിച്ചാൽ അവരുടെ സഹായം കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചടങ്ങിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഹംസ ഫൈസി നിർവഹിച്ചു. മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സഹലബത്ത് ദാരിമി നസീഹത്ത് പ്രഭാഷണം നടത്തി. ഹൈദരലി ശിഹാബ് തങ്ങളെ ചടങ്ങിൽ അസൈദ് ത്വാഹ ജിഫ്രി തങ്ങൾ അനുസ്മരിച്ചു. മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഷഹീർ ബാക്കവി, കുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം നിസാമുദ്ദീൻ നൈമി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതുബ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അസൈദ് ത്വാഹ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകി. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഇസ്മായിൽ കുഞ്ഞ് ഹാജി, കുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഷമീർ ബാക്കവി, സലീം ഫൈസി പതിയാങ്കര, അമീർ സുഹ്രി, കരീം മുസ്ലിയാർ, കോളേജ് അധ്യാപകരായ ഇബ്രാഹിം ഫൈസി, ഹസൈനാർ മദനി, മാനേജർ ഷഫീഖ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് മാന്നാർ.